ഹായ്, എല്ലാവർക്കും വിനായകാസ് കിച്ചൺ വേൾഡിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർക്കാരൻ്റെ പരിപ്പും കുമ്പളങ്ങയും വെച്ച് അരച്ചു വെച്ചൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. നമുക്ക് തൃശ്ശൂർക്കാരുടെ പരിപ്പും കുമ്പളങ്ങയും മാങ്ങയും മുരിങ്ങക്കായും ഇട്ടൊരു കറി വെച്ച് നോക്കാം. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അതിലേക്ക് സാധനങ്ങൾ വേണ്ടതൊക്കെ നോക്കാം. അപ്പം ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങ ഇതേപോലെ ചതുര കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചള്ള് മാങ്ങിയ കാരണം നമുക്ക് ചെത്തുമ്പോൾ കിട്ടണില്ല കേട്ടോ, അതുകൊണ്ട് ചതുര കഷ്ണമാക്കിയാണ്. കുറച്ച് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്, അരയ്ക്കാനാണ്. അതിൻ്റെ ഒപ്പം തന്നെ 3 ചുവന്നുള്ളിയും വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്പളങ്ങ എടുത്ത് കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. 2 മുരിങ്ങക്കായ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനങ്ങൾ. പിന്നെ പൊടികൾ നമുക്ക് പിന്നീട് കാണിക്കാം കേട്ടോ. നമുക്ക് കറി വെക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ. പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പരിപ്പിൻ്റെ ഒപ്പം ഇപ്പോൾ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു വിസിലാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊക്കെ അടച്ച് വയ്ക്കാം. നമുക്ക് ഇത് അടച്ച് വെച്ചു. ഇനി നമുക്ക് സ്റ്റവ് വെച്ച് കൊടുക്കാം. നമ്മളെ കുക്കറിൽ പരിപ്പിട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിച്ചിട്ട് നമ്മൾ സ്റ്റവ് ഒക്കെ ഓഫാക്കി. ഇനി നമുക്ക് ഇതിൽ എയർ കൊണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ തുറന്നിട്ട് പരിപ്പൊക്കെ നിന്നോന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പരിപ്പൊക്കെ ഞാൻ പറയാതെ എല്ലാം വിലക്കുള്ള പരിപ്പാണെങ്കിൽ ഒരു വിസിലും അല്ലാത്താണെങ്കിൽ 2 വിസിലാണ് വേണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മുരിങ്ങക്കായും കുമ്പളങ്ങ കൊടുക്കാം. മുരിങ്ങക്കായി അതിനുശേഷം നമുക്ക് കുമ്പളങ്ങ കൊടുക്കാം. പരിപ്പും മുരിങ്ങക്കായും പരിപ്പിനൊപ്പം മുരിങ്ങക്കായും കുമ്പളങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടിയല്ല, സാധാരണ മുളക് പൊടി. മുളക് പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇത്തിരി വെള്ളം കുറവാണ്. അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ മാങ്ങ ഉപ്പൊന്നും ഇട്ട് കൊടുക്കില്ല. മുരിങ്ങക്കായ് കുമ്പളങ്ങി വന്നതിന് ശേഷമാണ് പിന്നെ അത് അടച്ചു വെച്ചിട്ടല്ല വേവിക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റവ് വെച്ച് കൊടുക്കാം. കുമ്പളങ്ങിയും മുരിങ്ങക്കായും വേകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നാളികേരം അരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ ചെറിയൊരു ജാറെടുത്ത് വെച്ചിട്ടുണ്ട്, നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചധികം നാളികേരം ഇഷ്ടപ്പെടുന്നവർക്ക് നാളികേരം നന്നായി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ നാളികേരത്തിന് ഈ മഞ്ഞ കറി നാളികേരം കുറയുള്ള കറിയൊന്നും ആൾക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് നാളികേരം വേണം ഇതിലേക്ക്. അതുകൊണ്ടാണ് കുറച്ച് നാളികേരം എടുത്തേക്കുന്നത് കേട്ടോ. നാളികേരമൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പോലെ ഞാൻ കുക്കറിൽ കൂട്ടാൻ ഇവിടെ മുരിങ്ങക്കായും കുമ്പളങ്ങയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അതൊക്കെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങയും മുരിങ്ങക്കായും പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോകും. അതുകൊണ്ടാണ് കുക്കർ അടച്ച് വെച്ച് വേവിക്കാത്തത്. കുമ്പളങ്ങയും മുരിങ്ങക്കായും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് അടച്ച് വെച്ച് വേവിക്കില്ല. അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ കുമ്പളങ്ങയും അതുപോലെ മുരിങ്ങക്കായൊന്നും കാണില്ല, നന്നായി വെന്ത് പോവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള കറിയിൽ പുളിക്ക് ആവശ്യത്തിന് മാങ്ങയും അതേപോലെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ മാങ്ങ ഇട്ട് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിത് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടും ഈ കറി വയ്ക്കാം. മാങ്ങയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ പുളിയും ഉപ്പൊക്കെ ഉണ്ടോ നോക്കുന്നത് നോക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരച്ച് വെച്ച നാളികേരമാണ് കേട്ടോ.
അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി തിളച്ച് ഇങ്ങനെ വരണ്ട, ഒന്ന് പത വരുമ്പോൾ നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പത വന്ന്, അപ്പം നമ്മൾ നന്നായി തിളച്ച് ഇങ്ങനെ മറിയൊന്നും വേണ്ട. ഇതേപോലെ പത വരുമ്പോൾ നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം കടുകാണ് പൊട്ടിച്ചൊഴിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ട് കേട്ടോ. പൊട്ടണേൻ്റെ സൗണ്ട് കേൾക്കണില്ലേ? അതെ, നമുക്കിനി അതിലേക്ക് ഉണക്കമുളകും വേപ്പിൻ്റെ ഇലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. തീ അപ്പം നന്നായി നമുക്കൊന്ന് കുറച്ച് വെച്ചേട്ടാ. അതിന് ശേഷം ഒന്ന് മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ആ മുളകും നന്നായി ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തീ നന്നായി കുറച്ച് വെച്ച് കൊടുക്കുന്നത്. മുളകും കറിവേപ്പിലും കടുകൊക്കെ നന്നായി പൊട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറിയൊക്കെ വെച്ച് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറഞ്ഞോളാം. കാരണം ഇത് തൃശ്ശൂർക്കാരിലാണ് അധികം ഞാൻ ഈ കറി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ചാറെടുത്തിട്ട് വീണ്ടും ആ കടുകും മിക്സിനടിക്കണം നമുക്കൊന്ന് ഒഴിച്ച് വെച്ച് കൊടുക്കാം. അത് വീണ്ടും ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.